ഇന്ന് വൈകുന്നേരം ഓഫീസിലോട്ട് വന്നപ്പോൾ വാരി തന്ന പണിയാണിത്. ചായക്ക് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ചായ തന്നെ തരാം, ആദ്യം പോയി പുല്ലടിച്ച് വാരും. പുല്ലടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഓരോ നോട്ടം ഇങ്ങോട്ടും വന്നത്. ആ നോട്ടം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ വാരിയുടെ മുഖത്തായിരുന്നു. അയ്യോ, പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. തൾവാറെടുത്ത് പടപട 4 വീശുക, പുല്ലൊക്കെ 4 കഷ്ണമായിട്ട് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് വല്ല പാമ്പും വന്ന് കയറുമോ എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവളോടുള്ള ദേഷ്യത്തിന് കൂടി 2 തൊഴി അങ്ങ് തൊഴിച്ച് കിളയങ്ങ് കിളച്ച് ആട്ടിച്ചങ്ങ് പറിച്ചെടുത്തു. നിങ്ങൾക്കും ഇങ്ങനെ പുല്ലുവെട്ടാനുണ്ടെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ആയുധം ഉപയോഗിക്കാവുന്നതാണ്. ഇതാ നമ്മുടെ മഞ്ചാടിക്കുരുവി വന്നിട്ടുണ്ട്. മാളൂട്ടി ഓടിപ്പോയിട്ട് കോഴിയുടെ പോലെ കുത്തിപ്പെറുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ കോഴി സിംഗിൾ കുട്ടനായിരുന്നു. 10 പേരുണ്ടായിരുന്നതിൽ അവസാനം അവശേഷിച്ച് വന്ന് ഈ ഒറ്റൊരുത്തരാണ്. നല്ല വെള്ള കളറാണ്. ആവശ്യമുള്ളവർ പറഞ്ഞേക്ക് നമ്മൾ അവനെ കൊണ്ടുതരും. ആ കോഴിയുടെ വയ്യ ഒരു കോഴി കൂടെ പോകുന്നുണ്ട്. അതൊരു കുഞ്ഞിക്കോഴി, ഒരു വലിയ കോഴിയാണ്. അപ്പോൾ ആ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ പുല്ലടിച്ച് മടുത്തു ഇവിടം വരെ എത്തി. അപ്പോൾ അലക്കല്ലിൻ്റെ ചോട്ടിലും ചേമ്പിരിപ്പുണ്ട്. ചേമ്പും വെട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞു. സ്പീഡ് കണ്ട് നിങ്ങൾ വിചാരിക്കണ്ട, പണി ഭയങ്കരമാണ്. നടേശ കേട്ടോ, നല്ല അടിപൊളി ആയുധമാണ് കേട്ടോ. ഇത് വേണ്ടവർ പറഞ്ഞാൽ മതി, ഞാൻ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് മേടിച്ച് തരാം. വെറും 25 രൂപ മാത്രമേ ഇത് മുതൽ മുടക്കുള്ളൂ. പണിയെടുക്കാൻ വളരെ സുഖമാണ്. അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് പണി എടുത്തിട്ടില്ലെങ്കിൽ, എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, സാധനം എത്തിച്ചു തരാം. അപ്പോൾ അവൾ പറഞ്ഞു കേട്ടു, അടിച്ചു കളഞ്ഞാൽ പോരാ, കൈയും കൊണ്ട് പെറുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പാറി തുടങ്ങി. എന്താണ് പറയുക, പുല്ല് പറിച്ചു കഴിഞ്ഞു, മരുന്നടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആയില്ല. ഇപ്പോൾ പറയുന്നത് ചായ വേണമെങ്കിൽ ഈ അടിച്ചു കൂട്ടിയ പുല്ലൊക്കെ നിങ്ങൾ അടിച്ചു വാരിക്കളഞ്ഞാൽ മാത്രമേ ചായ തരത്തുള്ളൂ. എന്തായാലും ചായ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ചായ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചൂലും എടുത്തുകൊണ്ടുവന്ന് അടിച്ചു വാരി തുടങ്ങി കേട്ടോ. അവസാനം ഇനി എന്താ പറയാമെന്നറിയോ, ഇത് കത്തിച്ചിട്ട് വീടിൻ്റെ അകത്ത് കയറ്റിയാൽ മതി എന്ന് പറയും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ള് പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് മാളൂട്ടിയുടെ ഒരു വികൃതി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കാണിച്ചോ ഇല്ലയോ എന്ന് ഞാൻ മറന്നുപോയി. നമുക്ക് നോക്കാം എന്താണെന്ന്. കണ്ടോ, കുഞ്ഞാറ്റനെ പണിയെടുപ്പിക്കാൻ വടിയുമായിട്ട് വന്നിട്ടുണ്ട്. പണിയെടുത്തില്ലേ ചന്തയ്ക്ക് 4 പെടപെടയ്ക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് രസമായി. വയ്യ നടക്കുന്നുണ്ടോ അവള്, വടിയും എടുത്തോണ്ട്. എന്താ പറയുക അവളെ, ഒരാളകത്ത് കയറിപ്പോയി. നമ്മുടെ കോഴിക്കുഞ്ഞിനെ കാണുന്നില്ല. കോഴീനെ പിടിക്കാൻ പോയതായിരുന്നു. കണ്ടോ, കോഴീനെ പിടിച്ചോണ്ട് വന്നു. കോഴി വന്നാൽ അതിൻ്റെ വയ്യ 2 പേരും വരും. നമ്മൾ മേടിച്ചിടുന്ന കപ്പളത്തിൻ്റെ വിത്ത് അവിടെ ഇട്ട് അത് കിളുത്ത് ഏകദേശം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം അന്ന് നിങ്ങൾ ഇഞ്ചി പറിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ആ സ്ഥലമാണിപ്പോൾ അവിടെ ഇങ്ങനെ കിളച്ച് മാന്തി കിടക്കുന്നത്. കുഞ്ഞാപ്പൂലി കെട്ടിലമ്മയെ പോലെ അവിടെ നിന്നത് പണിയെടുപ്പിക്കുന്നുണ്ട് എന്നെ കൊണ്ട്. കണ്ടോ, അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ, പണിയെടുക്കടാന്നും പറഞ്ഞു. അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അവൾ. ഇവിടെ കോഴിച്ചേട്ടനും അതിലെ കൊത്തിപ്പാരി നടക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സിനിമയിലെ ഷൂട്ടിങ്ങിൽ കൊണ്ടുപോകാനുള്ളതാണ് അവനെ. ഫുള്ള് ട്രെയിൻ ചെയ്യിക്കുകയാണ് കോഴിക്കുഞ്ഞിനെ. ഇതാണ് ഞാൻ പറഞ്ഞ മാളൂട്ടി. ഇവളെ ഞാൻ എന്താ ചെയ്യുക. കണ്ടോ കുരുത്തക്കേട്. കറിവേപ്പില ഫുള്ള് പറിച്ച് കറിക്കിടാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണോ.